जैसे कोई चलने लगा है, हो जादू सा जैसे कोई चलने लगा है। मैं क्या करूं दिल में चलने लगा है, तेरा दीवाना हूँ कहता है वो, चुप चुप के भी न क्यों रहता है वो। कर बेटा भूल वो, ले आया भूल वो, उसे कहो मेरी नींद न चुराए, मेरे ख्वाबों में जो आए, आके मुझे चिढ़ जाए। उसे कहो कभी सामने तो आए, मेरे ख्वाबों में जो आए। ला 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 ला। मेरे ख्वाबों में जो आए। ദേവാങ്കി അടിപൊളി എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. സ്റ്റേജ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്ത് അവിടെ ഫ്രണ്ടിലൊക്കെ പോയിരുന്നത് അടിപൊളിയായിരുന്നു. അത് ആരുടെ ഐഡിയ ആയിരുന്നു? ഫ്രണ്ടിൽ പോയി ഇരുന്ന് പാടാൻ പറ്റും? ചുമ്മാ അങ്ങനെ ആലോചിച്ച് ചെയ്ത്. എന്തായാലും നൈസ്, അടിപൊളി. ചോദിക്കാം നമുക്ക്. ഷാനിക്ക അവളുടെ കയ്യിലോട്ടൊന്ന് നോക്കിയേ. രണ്ട് വാച്ചോ ഓരോ കയ്യില് ഏക് ഹാത്ത് മേ ഏക് വാച്ച്. ക്യോ? അത് സമയം ഭയങ്കര വിലപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് രണ്ടും എടുത്തു വെച്ചു. അതൊക്കെടാ, രണ്ട് ഓടുന്ന വാച്ചാണോ? അല്ല, ഒന്നോടാത്ത. അപ്പൊ അതിന് വിലയില്ലേ? അല്ല, വാച്ചല്ലേ, വെറുതെ കിട്ടിയപ്പോ ഒരെണ്ണം എടുത്ത് അങ്ങ് കെട്ടി. ദേവാങ്കി അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ മോളൊരു ഭയങ്കര ഒരു സംഭവം ഇവിടെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആദ്യം അടിക്കീരടാ എന്തെല്ലാണ് സുഖം തന്നെ. യുനോ ദേവാങ്കി ആക്ച്വലി സ്റ്റേജ് ഫുൾ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. मेरे ख्वाबों में जो आए, आके मुझे चिढ़ जाए। मेरे ख्वाबों में जो आए, आके मुझे चिढ़ जाए। താങ്ക് യു സർ. അവിടെ ഇരുന്നൊക്കെ പാടി. അതായത് ആ ഒരു വട്ടം അല്ലാതെ ദേവാങ്കി ഈ ഫ്രണ്ട് വരെ വന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോയി, ഇവിടുന്ന് ഇങ്ങോട്ട് പോയി. ഇപ്പൊ ഈ സോങ് അവിടെ സെന്ററിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഇത്രയും വർക്ക് ആവില്ല. ഇതിന് ഈ ഒരു ആക്ടിവിറ്റിയും ഈ ഒരു ചിയർഫുൾനെസ്, ഈ ഒരു മാജിക് അത് വേണം. അത് ദേവാങ്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ. അഗൈൻ ഞാൻ പറയുന്നു, ശ്രുതി പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നമ്മളത് ഭയങ്കര സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അതാണല്ലോ. നമ്മൾ വടി പോലെ നിന്നിട്ട് പാടുന്ന ഒരാളല്ല നമുക്ക് വേണ്ടത്. നമ്മൾ നോക്കുന്നത് സൂപ്പർ സ്റ്റാർ. कैसा है कौन है वो जाने कहाँ है, हो कैसा है कौन है वो जाने कहाँ है, जिसके लिए मेरे होठों पे हाँ है अपना ही. അപ്പോൾ അഗൈൻ ദേവാങ്കി ശ്രുതി പ്രശ്നങ്ങളുണ്ട്, ബട്ട് അടിപൊളിയാണ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. ദേവാങ്കി ഓ സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു സർ. कैसा है कौन है. പറഞ്ഞ പോലെ പിച്ചിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ സോങ് എന്താ ഉദ്ദേശിക്കുന്നത്, ആ ഒരു സെലിബ്രേഷൻ, എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഭയങ്കര ഒരു ഓറയായിരുന്നു ദേവാങ്കിയുടെ പെർഫോമൻസ്. പിന്നെ ഇങ്ങനെ നടന്ന് പാടുക അതൊക്കെ നല്ലതാണ്, അതൊക്കെ ഇങ്ങനെ ശീലിക്കുന്നത്. നമുക്കത് ഏത് സിറ്റുവേഷനിലും നമ്മൾ ഈ ഒരു നമ്മുടെ സിംഗിങ് എഫക്റ്റഡ് ആവാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ അതാണ് ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഭയങ്കര സംഭവമായിരിക്കും. അപ്പോൾ ദേവാങ്കിക്ക് ആ ഒരു ടാലൻ്റ് ഉണ്ട്, വന്ന ഒരു സ്റ്റേജ് ആറ്റിറ്റ്യൂഡും നടന്നു പോയി ഓരോ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്ത് അറിയാം, ആ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാനൊന്നും എഴുതിയില്ല, ഞാൻ നിങ്ങളുടെ പെർഫോമൻസ് ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ പിച്ചിങ് ഇഷ്യൂസ് കുഴപ്പമില്ല, ഇഗ്നോർ ചെയ്യുക. ഈ ഒരു ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ കണ്ണടച്ചു. താങ്ക് യു സർ. നൈസ്. താങ്ക് യു ചേട്ടാ. ശരത് സാർ. മക്കളെ, എന്തോ മൊത്തത്തില് ഒരു ഓളം ഉണ്ടായിരുന്നു. താങ്ക് യു സർ. നല്ല രസമുണ്ട്. മോൾ ഇവിടെ വന്നിരുന്നതും ആ കണ്ണാടി വെച്ചതും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അതൊരു ഓളമാണ്. പിന്നെ നടന്ന് പാടുമ്പോൾ
അത് കുറച്ചും കൂടെ ആ കൺട്രോളിൽ വേണം. ഇപ്പൊ ശ്രുതിയുടെ കാര്യം അറിയാലോ. അപ്പൊ അനുപല്ലവി സെക്കൻഡ് ഹാഫ് കുറച്ച് ജങ്കടി ചെക്കിട് ജില്ലാൽ ബാ ചടക്ക ടക്കട ജിങ്കാക്ക ആയിരുന്നു ശ്രുതി. അത് കുഴപ്പമില്ല, അത് നമുക്ക് അതൊക്കെ മറക്കാം. മോളെ എനിക്ക് ഇത് അനുപല്ലവി ചരണം ഒന്ന് പാടിത്തരുമോ? कैसा है कौन है वो जाने कहाँ है, हो कैसा है कौन है वो जाने कहाँ, താനാ ദാരിരിരി कैसा है कौन है वो जाने कहाँ അതിന്റെ ദാരിരിരി എന്ന് പാടുന്നൊരു തെറ്റൊന്നുമില്ല. എന്നാലും ഞാനത് പറഞ്ഞതാ കേട്ടോ, അതിനെ നമ്മളെ കൊണ്ട് ഞാൻ പാടിച്ചത് അത്രേ. ഓക്കെ, താങ്ക് യു ശരത് സാർ. ഇനി മാർക്സ് ചോദിക്കാം. ശരത് സാർ 8.5. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക, ഹരിച്ചേട്ടാ ഇട്ടോളൂ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ് കുട്ടാ. താങ്ക് യു. ഓക്കെ. Ni pa maga sa sa